ഏൺമാർക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തംബ്നെയിലൊക്കെ കണ്ടതുപോലെ തന്നെ ABC ID അഥവാ ആധാർ ID എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അതെങ്ങനെയാണ് എടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാൻ നിൽക്കണ്ട. ഇത് ജസ്റ്റ് വേറൊരു വീഡിയോ അല്ല, ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യുക. ഞാൻ പറയുന്നതിനനുസരിച്ച് തന്നെ സ്ക്രീനിൽ എല്ലാവരും ശ്രദ്ധിക്കാം. അപ്പം ഈ ABC ID എന്താണെന്നുള്ളത്, ABC അഥവാ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഒരു ഡിജിറ്റൽ ബാങ്ക് ആണ്. നമ്മുടെ വിദ്യാർത്ഥികളുടെ ഒക്കെ ഒരു ഡിജിറ്റൽ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ ABC ID. നമ്മുടെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് അവരുടെ ഡോക്യുമെൻറ്റ്സും അവാർഡ്സും ഒക്കെ ഈ ഡിജിറ്റൽ ബാങ്കിലൂടെയാണ് കിട്ടുക. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണെന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസിന് ഇപ്പോഴും അറിയില്ല എങ്ങനെയാണ് ഒരു ABC ID ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ABC ID എടുക്കുക എങ്ങനെയാണെന്നുള്ളതൊന്നും ആർക്കും അറിയില്ല. അപ്പം വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. എങ്ങനെയാണ് ഒരു ആധാർ ABC ID ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ABC ID എടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഡിജി ലോക്കറിൽ കൂടി ആധാർ ID എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്കിപ്പോൾ വേണമെങ്കിൽ ഡിജി ലോക്കർ ഡൗൺലോഡ് ആക്കി എടുക്കാം. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ കിട്ടും. ഞാനിപ്പം ഗൂഗിൾ ചെയ്തിട്ടാണ് എടുക്കുന്നത്. നമ്മൾ ഡിജി ലോക്കറിന് സെർച്ച് ചെയ്യാം. ഡിജി ലോക്കർ എടുത്തിട്ട് അവിടെ ലോഗിൻ രജിസ്റ്റർ എന്നുള്ളൊരു ബ്ലൂ ബട്ടൺ കാണാം. അതിൽ കയറിയിട്ട് നമ്മുടെ ആധാറിൽ ഏത് നമ്പറാണോ ലിങ്ക് ചെയ്തത് ആ നമ്പർ അടിച്ചു കൊടുക്കാം. കണ്ടിന്യൂ കൊടുക്കാം. അപ്പം ഞാൻ ഓൾറെഡി ഇതിൽ ഡിജി ലോക്കറിൽ ചെയ്ത് വെച്ചതിനെ കൊണ്ട് ഓൾറെഡി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളാണെങ്കിൽ അത് പുതുതായിട്ട് ഒരു OTP ഒക്കെ വരും. ആധാർ നമ്പർ കൊടുത്താൽ OTP വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. നമുക്ക് സെക്യൂരിറ്റി പിൻ നമ്പർ ചോദിക്കും. അപ്പോൾ നമ്മുടെ ABC IDയുടെ സെക്യൂരിറ്റി പിൻ നമ്പർ അടിച്ചു കൊടുത്തിട്ട് വെരിഫൈ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ആധാർ IDയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമുക്കിതിൽ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് സെർച്ച് ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ട് അവിടെ ABC IDന്ന് സെർച്ച് ചെയ്യാം. അപ്പം നമുക്ക് ആധാർ ID കാണാൻ പറ്റും. ആധാർ ID എടുത്താൽ അതിൽ കുറച്ച് ഡിഫോൾട്ടായിട്ട് കാര്യങ്ങൾ ഉണ്ടാവും. ഇതിൽ നമ്മുടെ ഐഡൻറ്റിറ്റി വാല്യൂവിൽ ആധാർ നമ്പറാണ് അടിച്ചു കൊടുക്കേണ്ടത്. ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഐഡൻറ്റിറ്റി ടൈപ്പ്, ഇപ്പം റോൾ നമ്പർ ഉണ്ടാവും, രജിസ്ട്രേഷൻ നമ്പർ, എൻറോൾമെൻറ്റ് നമ്പർ, ന്യൂ അഡ്മിഷൻ, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എടുക്കുകയാണെങ്കിൽ ന്യൂ അഡ്മിഷൻ കൊടുക്കുക, അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. അഡ്മിഷൻ്റെ ഇയർ കൊടുക്കാം. നമ്മളിപ്പോൾ ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് നോക്കുന്നതെങ്കിൽ ഡിഗ്രീൻ്റെ അഡ്മിഷൻ എടുത്ത ഇയർ, അങ്ങനെ ഇയർ കൊടുക്കാം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിൻ്റെതാണ്. അപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റി ഏതാണോ, ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി ഏതാണെങ്കിൽ യൂണിവേഴ്സിറ്റി കൊടുക്കാം. നമ്മളിവിടെ ഗെറ്റ് ഡോക്യുമെൻ്റ് കൊടുത്താൽ നമ്മുടെ ആധാർ ID കാണിക്കും. ആധാർ ID ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് PDF ആയിട്ടൊക്കെ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആധാർ ID എടുത്താൽ ഇതാ നമ്മുടെ ഡീറ്റെയിൽസും ആധാർ ID ഒക്കെ വെരിഫൈഡ് ആയിട്ടുള്ള ഡിജി ലോക്കറിൽ കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ABC ID ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിജി ലോക്കർ വഴി എങ്ങനെയാണ് ആധാർ ID എടുക്കുക എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളുടെ ആധാർ ID ABC ID ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വെറും 6 മാസം കൊണ്ട് NIOS വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന സമ്പൂർണ്ണ ക്ലാസുകൾ ഇപ്പോൾ ഏൺമാർക്സ് ലേണിംഗ് ആപ്പിൽ ലഭ്യമാണ്. ഈ വർഷത്തെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾക്ക് പുറമെ സ്റ്റഡി മെറ്റീരിയലുകളും പ്രഗത്ഭ അധ്യാപകരുടെ ഏറ്റവും മികച്ച റെക്കോർഡഡ് ക്ലാസുകളും ഉടൻ സ്വന്തമാക്കാം. ഏൺമാർക്സ് ലേണിംഗ് ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. അഡ്മിഷന് വേണ്ടിയും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടൂ. ഏൺമാർക്സ്, your perfect learning partner.